ഇവൻ എന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. പ്രേക്ഷകര് മണ്ടന്മാരാണെന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. കാലെടുത്ത് മേലെ വെച്ചിട്ട്, എന്ന് വെച്ചാൽ കാറിന്റെ സീറ്റാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഓൾട്ടോ കാറിനകത്ത് കാലെടുത്ത് മേലേക്ക് വെച്ചാൽ 2 സീറ്റുള്ള ഒരു ഓൾട്ടോ കാർ, അതിനകത്ത് ഒരു സീറ്റ് ഫുള്ളി ആര്യൻ എന്ന് പറയുന്നവൻ ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനാണ് ആ ഒരു സീറ്റിൽ ഇരിക്കുന്നത്. അതും തിരിഞ്ഞിരിക്കുകയാണ്. കാലെടുത്ത് മേലെ കയറ്റി വെച്ച് തിരിഞ്ഞിരിക്കുകയാണ് അവൻ. മനസ്സിലായില്ലേ? അപ്പുറത്തെ സീറ്റിൽ നൂറയും അനീഷും കൂടെ ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോ നൂറയ്ക്ക് പറയാൻ പറ്റുന്നില്ല ഇവനോട് കാലെടുത്ത് താഴെ വെക്കടാ ഊള എന്ന് പറയാൻ. നൂറയ്ക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം, നൂറയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ആര്യനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഈ 2 ചോദ്യങ്ങളും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ആര്യൻ എന്ന് പറയുന്നവൻ എന്നിട്ട് എന്ത് വൃത്തികെട്ട കളിയാണ് കളിക്കുന്നതെന്ന് അറിയോ? കാലെടുത്ത് മേളിലേക്ക് കയറ്റി വെച്ചിട്ട് സുഹിച്ചങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് അനീഷിനെ പുറകിലേക്ക് തള്ളുകയാണ്. എന്നുവെച്ചാൽ ബാക്ക് വെച്ചിട്ട് തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടും. ബാക്ക് വെച്ചിട്ട് തള്ളുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ നൂറേനെയും അനീഷിനെയും പുറത്താക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ആര്യൻ കളിക്കുന്നത്. അത് വോട്ടവർ, അത് ആര്യന്റെ പേഴ്സണൽ ഗെയിമാണ്, നല്ല ഗെയിമാണ്. നൂറേനെയും അനീഷിനെയും പുറത്താക്കിയാൽ മാത്രമേ ആര്യന് കാര്യമുള്ളൂ. മെയിനായിട്ട് നൂറയെ പുറത്താക്കണം. അതിനായിട്ടാണ് ആര്യൻ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നൂറയ്ക്ക് വാ തുറന്ന് പറഞ്ഞുകൂടെ? നൂറ എന്തിനാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഇവന് നേരെ പ്രതികരിക്കാനുള്ളതിന് നൂറ വെറുതെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അനീഷിനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീഷിന് നീങ്ങാൻ എവിടെയാണ് അവിടെ സ്ഥലം? എനിക്ക് അറിയാൻ പറ്റില്ല ചോദിക്കുകയാണ്. അനീഷിന് നീങ്ങിയിരിക്കാൻ അവിടെ സ്ഥലമില്ല. ആര്യനാണ് സ്ഥലം ഉള്ളത്. അപ്പുറത്തെ സീറ്റില് ഇവിടെ ഞെളിഞ്ഞ് രാജകുമാരനെ പോലെ ഇരിക്കുകയാണ് ഈ ആര്യൻ മോനൂസ്. എന്ത് കഷ്ടമാണെന്ന് ഓർത്തോണേ. എന്നിട്ട് നൂറ ഒന്നും പ്രതികരിക്കാതിരിക്കുകയാണ്. ഇത് എത്രയൊക്കെ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്താലും ഉണ്ടല്ലോ, ഇങ്ങനെ സേഫ് ഗെയിം കളിച്ചാൽ പ്രേക്ഷകർ വിമർശിക്കും, എടുത്തിട്ട് അലക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.